ടോണി ബോസ്, ഈ ജഗ്ഗി എന്ന് പറയുന്നത് ആരാ? അതെ, ജഗ്ഗി എന്റെ ചിറ്റപ്പന, റോൾ നമ്പർ 420. അദ്ദേഹം എന്നെക്കാളും വളരെ സ്ട്രോങ് ആണ്. അദ്ദേഹമാണ് തന്റെ മൂൺ സിറ്റിയിലെ സൂപ്പർ ഹീറോ. വായടച്ച് മിണ്ടാതിരിക്കെ, ദേ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ജഗ്ഗി ചിറ്റപ്പ, ഇവിടെ ജഗ്ഗി ചിറ്റപ്പ, ഞാൻ ഇവിടെയുണ്ട്. എടാ ടോണി, നിന്നെ കാണാൻ നല്ല സ്ട്രോങ് ആയതുപോലെ ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ ഡയറ്റ്സും എക്സസൈസും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതെ ജഗ്ഗി ചിറ്റപ്പ, ഫ്ലൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു? കലക്കിയല്ലോടാ. ആട്ടെ, ഒരു കാര്യം പറഞ്ഞേ, ആരായി കീക്കോ? കീക്കോയെ കുറിച്ച് എന്തിനാ ചോദിക്കുന്നത് ജഗ്ഗി ചിറ്റപ്പ? കാരണം അവനും ഈ ഫ്ലൈറ്റിലാണ് വന്നത്. എല്ലാവരും അവനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓ, ഇവനാണോ കീക്കോ? സൺസിറ്റിയുടെ സൂപ്പർ ഹീറോ ആണോ ഇവൻ? അത് വിട്ടേക്ക്, പിന്നെ സംസാരിക്കാം. നിനക്ക് കീക്കോന് ഇഷ്ടമല്ല അല്ലേ? ആട്ടെ, എന്താ കാരണം? അതെന്ത് പറയാനാ ചിറ്റപ്പ, സൺസിറ്റിയിലെ ജനങ്ങള് അവരെ സൂപ്പർ ഹീറോ ആയിട്ടാ കാണുന്നത്. ടോണി ബോസിന്റെ മനസ്സ് നിറയെ അസൂയയാണ്. സഹിക്കാൻ പറ്റുന്നില്ല കീക്കോയ്ക്ക് കിട്ടുന്ന പോപ്പുലാരിറ്റി. എന്നുവെച്ചാൽ കീക്കോ സൺസിറ്റിയുടെ സൂപ്പർ ഹീറോ ആകരുതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായും സംഭവിക്കും. എല്ലാം നടക്കും. ഞാനാണ് മൂൺ സിറ്റിയുടെ സൂപ്പർ ഹീറോ. സൂപ്പർ ജഗ്ഗി എന്ന് പറയുന്ന കളിതമാശയല്ല. ഈ സ്റ്റിക്ക് കണ്ടില്ലേ? ഇതൊരു സാധാരണ സ്റ്റിക്ക് അല്ല, ഇത് ഒരു പോഗോ സ്റ്റിക്ക് ആണ്. പോഗോ സ്റ്റിക്കോ? അതെ, പോഗോ സ്റ്റിക്ക്. അതും സൂപ്പർ പവറുള്ള പോഗോ സ്റ്റിക്ക്. എന്റെ കളി കണ്ട് നീ രസിച്ചോ? ഈ പോഗോ സ്റ്റിക്ക് ഉപയോഗിച്ച് കീക്കോയുടെതെല്ലാം ഞാൻ വെട്ടിപ്പിടിക്കും. ഇനി ഞാനായിരിക്കും സൺസിറ്റിയുടെ സൂപ്പർ ഹീറോ. ജനങ്ങൾ കീക്കോയെ തേടി പോവില്ല, എന്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കും. വാവ്, അങ്ങനെ മാത്രം സംഭവിച്ച ജഗ്ഗി ചിറ്റപ്പ എന്നാ വളരെ ജോളിയായിരിക്കും. കീക്കോ, ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അലേർട്ട്. ആർസവന്റെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. ബൂട്ടാല ഇലക്ട്രോണിക്സിന്റെ അടുത്തുനിന്നാണ് വരുന്നത്. വരൂ ട്വിങ്കിൾ ഡോഡോ, എന്താ പ്രശ്നം നോക്കാം. വേഗം, അതിവേഗം ആർസവൻ ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം ഗൂട്ടാല ഇലക്ട്രോണിക്സിന്റെ അടുത്തേക്ക് ചെല്ലേ. ഗൂട്ടാലോയിലും ഗുലുമാലൊപ്പിച്ചോ? എന്നാ പിന്നെ നമുക്ക് തുടങ്ങിക്കളയാം. ദേ, അവിടെ പോകുന്നതാണ് കീക്കോ. അതവന്റെ കാർ സൂപ്പർ സ്പീഡോ. തീർച്ചയായും അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ ഇതാണ് നമുക്ക് കിട്ടിയ സൂപ്പർ ചാൻസ്. ഈ പോഗോ സ്റ്റിക്കിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. വാവ്, ടോണി ബോസിന്റെ പ്ലാൻ ഇപ്പോ ചെക്ക്. ജഗ്ഗി ചിറ്റപ്പൻ കയ്യിലെടുത്തു പോഗോ സ്റ്റിക്ക്. ഇതൊരു സാധാരണ പോഗോ സ്റ്റിക്ക് അല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കണ്ട് രസിക്കേ. എല്ലാവരും എന്റെ പുറകെ വരൂ. എന്റെ അമ്മോ, പട്ടാപ്പകലിൽ നടു റോഡിൽ ഇതുപോലെ അഭ്യാസം കാണിക്കുന്നത് ആരാണെന്നറിയില്ല. കലക്കി, ഇതൊക്കെ ചെയ്തത് ആരാ? വളരെ പുതുമയേറിയതാണല്ലോ. ഇങ്ങനെ പലരും പലപ്പോഴും പറയുന്നുണ്ടല്ലോ. ഡിറ്റക്റ്റീവ് സാർ എന്താ ചോദിക്കുന്നേന്ന് വെച്ചാലേ, നീ ആരാന്നാ ചോദിക്കുന്നേ? ദേ, ഇവരൊക്കെ ആരാ? ഞാനാണ് സൂപ്പർ ജഗ്ഗി, നിങ്ങളുടെ പുതിയ സൂപ്പർ ഹീറോ. ഈ രണ്ടുപേരും കള്ളന്മാരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ എടുത്തിട്ട് പന്താടിയത്. കിടക്കുന്നത് കണ്ടില്ലേ? ഏതൊരു ജോലിയും ശരിക്കുള്ള സമയത്ത് കറക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കണം. വാവ്, എന്തൊരു അടിപൊളി പഞ്ച് ഡയലോഗാ സാർ പറഞ്ഞത്. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സാർ. സാർ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഈ രണ്ട് കള്ളന്മാരെ വളരെ ഈസി ആയിട്ട് പിടിച്ചിരിക്കുക. നല്ല കാര്യം ചെയ്തിരിക്കുക സൂപ്പർ ജഗ്ഗി.
ആ കാര്യത്തിൽ ഞാൻ ഫേമസ് ആണ്. എന്നാ പിന്നെ ശരി, നമുക്ക് പിന്നീട് കാണാം. ഒരു മിനിറ്റ് ജഗ്ഗി, നീ കള്ളന്മാരെ അടിക്കുന്നതിന് മുമ്പ് കീക്കോയും സൂപ്പർ സ്പീഡേയും അവരെ അടിച്ചു കഴിഞ്ഞു. നിനക്ക് മനസ്സിലായോ? അതുകൊണ്ടെന്താ കള്ളന്മാരെ ഡിറ്റക്റ്റീവ് ജെറ്റ്പട്ടിന് പിടിച്ചു കൊടുത്തത് എന്റെ ചിറ്റപ്പനല്ലേ? ഫൈറ്റ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതല്ല പ്രധാനം, പക്ഷേ ഫൈറ്റ് ആരാണ് ഫിനിഷ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. ഫ്രീ ചിയേഴ്സ് ഫോർ സൂപ്പർ ജഗ്ഗി. ഹിപ് ഹിപ് ഹൂറേ! ഹിപ് ഹിപ് ഹൂറേ! ഹിപ് ഹിപ് ഹൂറേ! കീക്കോ, നീ എന്തിനാ ജഗ്ഗി ചിറ്റപ്പന് വേണ്ടി ഒരേ ഒരേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം ആ ക്രിമിനൽസിനെ ആദ്യം അറ്റാക്ക് ചെയ്തത് നീ തന്നെയാണ്. എന്നാലും ക്രിമിനൽസിനെ ആരാണോ പിടികൂടുന്നത് അത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ക്രിമിനലിനെ പിടിച്ച് പന്താടണം, അതാണ് ഇവിടെ പ്രധാനം. ഇതിൽ ജഗ്ഗി ചിറ്റപ്പൻ നമ്മളെ സഹായിച്ചിരിക്കുക. ജഗ്ഗി ചിറ്റപ്പ, ഇതാ കണ്ടില്ലേ, നിങ്ങളെ കുറിച്ച് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. എനിക്കറിയാം, കാരണം ഞാൻ തന്നെയാണ് ന്യൂസ് പേപ്പറിൽ എന്റെ ഫോട്ടോയും കൊടുത്ത് കാശും കൊടുത്ത് ഇടാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടിയുള്ള പബ്ലിസിറ്റി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സ്വയം ഹീറോയായി മാറുകയാണ്. അത് കൊള്ളാം. നിങ്ങളിപ്പോ എന്തായി ചെയ്യുന്നേ? സ്കൂൾ ബസിന്റെ ബ്രേക്ക് ഊരി മാറ്റുകയാണ്. എന്താ അതെന്തിനാ ചെയ്യുന്നേ? അതായത് സ്കൂൾ ബസിന്റെ ബ്രേക്ക് വർക്കായിട്ടില്ലെങ്കിൽ കുട്ടികളൊക്കെ രക്ഷിക്കണേന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. അപ്പോൾ കീക്കോ വന്ന് അവരെ രക്ഷിക്കും. പക്ഷേ അവസാന നിമിഷം ആ ക്രെഡിറ്റ് ഞാൻ അടിച്ചു മാറ്റും. ആ കുട്ടികളെ ഞാൻ രക്ഷിച്ചതുപോലെ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യും. വൗ, എന്താ അടിപൊളിയായ ഐഡിയ. അതായത് പ്രോബ്ലം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യും, അവസാനം അത് സോൾവ് ചെയ്ത ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടും. നീ പറഞ്ഞത് ശരിയാണ്. Yeah. ജഗ്ഗി ചിറ്റപ്പന്റെ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ആയി വന്നത് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ റോങ്. റോങ്ങിനേക്കാളും വളരെ വലിയ റോങ് ആണിത്. സൂപ്പർ റോങ്. ന്യൂസ് പേപ്പറിൽ കീക്കോയുടെ ഫോട്ടോയാണ് വരേണ്ടത്. കള്ളന്മാരെ പിടിച്ചത് കീക്കോ, പക്ഷേ ആ ക്രെഡിറ്റ് ജഗ്ഗി ചിറ്റപ്പനെ അടിച്ചു മാറ്റി. ഇറ്റ്സ് ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ചിലപ്പോ സ്വാഭാവികമാണ്. ഇത് ചെറിയ കാര്യമല്ലെന്നാ തോന്നുന്നേ. വലിയൊരു പ്രശ്നമാണ് വന്നിരിക്കുന്നത്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 44 ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ സ്കൂൾ ബസിനെ രക്ഷിക്കുക. All right, dude. Activate Formula 44. Come on, buddy. വലിച്ചു പിടിക്ക. ഫുൾ പവറോട് കൂടി വലിക്ക. സ്കൂൾ ബസിന് ഒരു അപകടവും ഉണ്ടാവില്ല. ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ സ്പീഡോ നീയാണ് ടെറിഫിക്. അങ്ങനെ ടെൻഷൻ അവസാനിച്ചു. ഞാൻ അല്പം കഴിക്കട്ടെ. ജഗ്ഗി ചിറ്റപ്പനോ, ഇയാൾ പിന്നെ എന്തിനാ വന്നത്? കുട്ടികളെ പേടിക്കണ്ട, നിങ്ങളെ രക്ഷിക്കാൻ ഞാനിതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ ജഗ്ഗി ചിറ്റപ്പൻ എത്തിക്കഴിഞ്ഞു. ജഗ്ഗി ചിറ്റപ്പൻ നമ്മളെ രക്ഷിച്ചിരിക്കുന്നേ.
you, ജഗ്ഗി ചിറ്റപ്പ. ജഗ്ഗി ചിറ്റപ്പ, ഇതൊന്നും ഒട്ടും ശരിയല്ല കേട്ടോ. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ നീ ശരിക്കും ഒരു ചീറ്ററാണ്. നിനക്കൊരു കാര്യം അറിയോ? ഇതുപോലെയുള്ള ചീറ്റിംഗ് ചെയ്തിട്ടാണ് ഞാൻ മൂൺ സിറ്റിയിലെ സൂപ്പർ ഹീറോയായി മാറിയത്. ഇനി സൺ സിറ്റിയിലെ സൂപ്പർ ഹീറോയും ഞാൻ തന്നെയായിരിക്കും. കീക്കോ, ഇനി നിനക്ക് റിട്ടയർമെന്റിനുള്ള സമയമായിരിക്കുന്നു. എന്താ പറഞ്ഞത്? വിട്ടുകളാ ട്വിങ്കിൾ ഡോഡോ. ഏതായാലും അവര് രക്ഷപ്പെട്ടല്ലോ, നമുക്ക് അതല്ലേ വേണ്ടത്. ആ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൺ സിറ്റി വാസികളെ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം കുട്ടികളെ, ഇന്ന് നമ്മൾ ഇവിടെ ടോണിയുടെ ജഗ്ഗി ചിറ്റപ്പനെ അഭിനന്ദിക്കുവാനാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ സൺ സിറ്റിയിൽ എത്തിയ ഉടൻ കള്ളന്മാരെ പിടിക്കുകയായിരുന്നു. മാത്രമല്ല സ്കൂൾ ബസ്സിനെയും നദിയിൽ വീഴാതെ രക്ഷിച്ചിരിക്കുന്നു. ടംബു അണ്ണ, എവിടെയാണുള്ളത് ആ കപ്പ്? കാര്യം എന്താണെന്ന് അറിയോ? ഇത്രയും വലിയ ട്രോഫി പുറത്തെടുക്കുന്നതാണ് കഷ്ടം. അതുകൊണ്ട് ഞാനിത് എന്റെ ടെമ്പോയിൽ കയറ്റി കൊണ്ടുവന്നിരിക്കാം. ഓ നോ, എന്ത് പറ്റി കീക്കോ? ജഗ്ഗി ചിറ്റപ്പൻ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. വാ പോവാം. നിൽക്കൂ മേയർ അങ്കിൾ. ഈ ജഗ്ഗി ചിറ്റപ്പൻ ചീറ്റിംഗ് ചെയ്തിരിക്കുക. സ്കൂൾ ബസിന്റെ ബ്രേക്ക് ഫെയിൽ ആയില്ലേ, അത് ചെയ്തത് ഈ ജഗ്ഗി ചിറ്റപ്പനാണ്. ഞാൻ ആ സ്കൂൾ ബസിനെ ടെക്നിക്കലി അനലൈസ് ചെയ്തു. ജഗ്ഗി ചിറ്റപ്പ, അവസാനം നീ എല്ലാവരെയും പറ്റിച്ചു കളഞ്ഞല്ലോ. കീക്കോ പറഞ്ഞത് കള്ളമാണ്, സൂക്ഷിക്കണം. കീക്കോയെ കുറിച്ച് കള്ളം പറഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല. കാരണം കീക്കോ കള്ളം പറയില്ല. പക്ഷെ ഇന്നവൻ പറഞ്ഞത് കള്ളമാണ്. കാരണം ഞാൻ അവനേക്കാളും ഫാസ്റ്റും പവർഫുള്ളുമാണ്. അവൻ എന്നോട് അസൂയാണ്. കീക്കോ നിന്നെക്കാളും പല മടങ്ങ് ബെറ്റർ ആണ്. എങ്കിൽ ചാലഞ്ചിന് റെഡിയാണോ? ഒരു പക്ഷേ കീക്കോ വിജയിച്ചാൽ ഞാൻ ചെയ്ത തെറ്റ് സമ്മതിക്കാം. മാത്രമല്ല ഈ കപ്പും ഞാൻ കൊടുത്തേക്കാം. പക്ഷെ കീക്കോ തോറ്റാൽ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അവൻ പറഞ്ഞത് കള്ളമാണ്, എന്നോട് അസൂയായിരുന്നെന്ന്. മാത്രമല്ല ആ കപ്പും അവൻ എനിക്ക് തരണം. റോങ്ങിനെ റോങ് എന്ന് തെളിയിക്കാനായി കീക്കോ ഏതൊരു ചാലഞ്ചും ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ചാലഞ്ച് അക്സെപ്റ്റഡ്. എന്നാൽ ഓക്കെ, നീ അത് സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാവും. ജഗ്ഗി ചിറ്റപ്പൻ ഹീറോ അല്ല, സീറോ ആണെന്ന് മനസ്സിലാകും. പക്ഷേ ചാലഞ്ചിൽ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ആ കിട്ടിപ്പോയി. ഓർമ്മയുണ്ട്. എന്താ കാര്യം ടെമ്പോ അണ്ണ? കഴിഞ്ഞ വർഷം ഞാൻ കോളനിയിലെ പിള്ളേരുമായി ചേർന്ന് ഫുട്ബോൾ കളിച്ചു. ഞാൻ ഫുട്ബോളിൽ ചാമ്പ്യനാണ്. ഏതോ ഒരു ആവേശത്തിൽ ഞാൻ നല്ലൊരു കിക്ക് കൊടുത്തു. ഒരു സൂപ്പർ ഡൂപ്പർ കിക്ക്. അതിഭയങ്കരമായ കിക്കായിരുന്നു അത്. അപ്പൊ ബോൾ നേരെ പോയി സിൽവർ മൗണ്ടന്റെ മുകളിൽ പോയി വീണു. ഒരുപാട് ദൂരെ മലപ്രദേശത്തിന്റെ അടുത്തുള്ള മരത്തിൽ ചുവന്ന നിറത്തിൽ ഒരു ഫുട്ബോൾ കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ, അപ്പൊ നിങ്ങൾ എന്റെ ബോള് കണ്ടെത്തിയോ? ആ ബോള് വളരെ കോസ്റ്റ്ലിയാണ്. ഫുട്ബോളിന്റെ സൂപ്പർ സ്റ്റാർ, സൂപ്പർ പ്ലെയർ ഡൊണാൾഡിന്റെ സൈൻ ആ ബോളിലുണ്ട്. എന്നാൽ ഓക്കെ, ചാലഞ്ച് അക്സെപ്റ്റഡ്. കീക്കോയും ജഗ്ഗിയും രണ്ടുപേരും ചേർന്ന് ബോൾ എടുക്കാൻ പോവുകയാണ്. അതിന് സിൽവർ മൗണ്ടനിലേക്ക് പോകണം. ആരാണോ ആദ്യം ആ ബോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അവരായിരിക്കും വിന്നർ. പിന്നെ ഈ കപ്പ് അവർക്ക് സ്വന്തമാക്കാം. പിന്നെ ഈ റേസിൽ ആരും തന്നെ അവരുടെ സ്വന്തം പവർ യൂസ് ചെയ്യാൻ പാടില്ല. സമ്മതമാണ്. അയ്യോ, ഇന്നത്തെ ദിവസം പെട്ടെന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറിയിരിക്കുകയാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ജയിക്കാം. പക്ഷെ മറക്കാതെ എന്റെ ഫുട്ബോളിങ് എടുത്തോണ്ട് വരണേ. ഓക്കെ, 3, 2, 1, ഗോ. Come on, buddy. Time to go. ആരും എന്നെ ഇപ്പോൾ കാണുന്നില്ല. ഇനി ഞാൻ ചീറ്റിംഗ് ചെയ്യേണ്ട സമയമാണ്.
എന്റെ പോഗോ സ്റ്റിക്കിന്റെ സ്പെഷ്യൽ പവറായ ജെറ്റ് യൂസ് ചെയ്യാൻ പോവുകയാണ്. കീക്കോ, അവൻ ചീറ്റിംഗ് ചെയ്യുകയാണ്. ഇതാണ് പോഗോ സ്റ്റിക്കിന്റെ സൂപ്പർ പവർ. സൂപ്പർ സ്പീഡോ റോഡിൽ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഷോർട്ട് കട്ടിൽ മല കയറി അങ്ങ് പോകും. ജഗ്ഗു ചിറ്റപ്പൻ സൂപ്പർ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റേസ് റൂൾസിന് എതിരായ കാര്യമാണ്. അവൻ അങ്ങനെ ചെയ്യുമ്പോൾ നീയും നിന്റെ സൂപ്പർ പവർ യൂസ് ചെയ്തോളൂ കീക്കോ. നമ്മളും അവനെ പോലെ ചീറ്റിംഗ് ചെയ്താൽ പിന്നെ നമുക്കും അവനും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. സൂപ്പർ പവേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് അവനെ തോൽപ്പിക്കണം. കമോൺ സൂപ്പർ സ്പീഡോ, ഫുൾ സ്പീഡിൽ പൊയ്ക്കോ. അവൻ ആദ്യം മലമുകളിൽ എത്തുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. ബോൾ കൊണ്ടുപോയി ആ മരത്തിന് മുകളിൽ വെച്ചിരിക്കുകയാണ്. ഈ റേസിൽ ഞാൻ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് കീക്കോ. കീക്കോ ഇല്ല. ഇതിവിടെ അവസാനിച്ചു ജഗ്ഗി ചാച്ചു. ഫുട്ബോൾ ഇപ്പം എന്റെ കയ്യിലാണ്. സ്ക്വയർ ആൻഡ് സ്ക്വയർ. ഞങ്ങളുടെ കീക്കോ തന്നെയാണ് സൂപ്പർ ഹീറോ. ജഗ്ഗി ചിറ്റപ്പൻ സൂപ്പർ ഹീറോയാണ്. ഇല്ല, ഏതൊരു കൊച്ചു ചെറുക്കനും എന്നെ തോൽപ്പിക്കാനാവില്ല. ഇപ്പൊ തന്നെ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. ടോട്ടൽ സൺസിറ്റി ടീം എന്റെ പവർ എന്താണെന്ന് കാണാൻ പോവുകയാണ്. സൺസിറ്റി ജനങ്ങളെ, ദാ വരുന്നു ജഗ്ഗി. ടെമ്പോണ്ണ, ദാ പിടിച്ചോളൂ ഫുട്ബോൾ. അയ്യോ അയ്യോ, ശരിക്കും കോസ്റ്റ്ലി ആയ ഫുട്ബോൾ നീ എനിക്ക് വീണ്ടും കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ശരിക്കും നീയാണ് എന്റെ സൂപ്പർ ഹീറോ, ദ റിയൽ ഹീറോ. സോ ഒരു വലിയ ചാലഞ്ചിന് ശേഷം ഒരു കാര്യം ഇവിടെ പ്രൂവ് ആയിരിക്കുകയാണ്. ജഗ്ഗി ചിറ്റപ്പൻ സീറോയാണെന്നും പിന്നെ കീക്കോ തന്നെയാണ് സൺസിറ്റിയുടെ ഹീറോ എന്നും. കലക്കി. വരൂ കീക്കോ, വന്ന് നിന്റെ ആ ട്രോഫി കയ്യിലെടുത്തോളൂ. എന്താ പെട്ടെന്നൊരു ശബ്ദം? ആരോ ഒരുത്തൻ ഇങ്ങോട്ട് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ജഗ്ഗി ചിറ്റപ്പനോ? കേട്ടോളൂ സൺസിറ്റി ജനങ്ങളെ, കീക്കോയെ നിങ്ങൾ സൂപ്പർ ഹീറോ ആക്കി കളഞ്ഞു അല്ലേ? ഇപ്പൊ എന്റെ അറ്റാക്കിൽ നിന്നും കീക്കോ നിങ്ങളെ എങ്ങനെ രക്ഷിക്കുമെന്ന് കാണാം. ഓടിക്കോ. ഈ ജഗ്ഗി ചിറ്റപ്പൻ ഒരു സീറോയല്ല, ഒരു വില്ലനാണെന്ന് മനസ്സിലായി. എന്നെ രക്ഷിക്കണേ. ട്വിങ്കിൾ, ഡോഡോ, ടെമ്പോണ്ണ, മേരങ്കിളിനെ ഏതെങ്കിലും ഒരു സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോ. ഞാനും സൂപ്പർ സ്പീഡോയും ചേർന്ന് ജഗ്ഗു ചിറ്റപ്പനെ തടഞ്ഞു നിർത്താം. കമോൺ ബഡി, ക്വിക്ക്. അവനെ തടഞ്ഞു നിർത്താൻ നമ്മൾ ഫോർമുല നമ്പർ 18 അപ്ലൈ ചെയ്തേ പറ്റൂ. ഉറപ്പ്. ഓൾറൈറ്റ് കീക്കോ, അപ്ലൈയിങ് ഫോർമുല 18. കീക്കോ, നീ ഒരു സൂപ്പർ ഹീറോയാണെങ്കിൽ നിന്റെ വണ്ടിയിൽ നിന്നിറങ്ങി തനിച്ചെന്റെ കൂടെ ഏറ്റുമുട്ടാൻ നോക്കൂ. ഓക്കെ ജഗ്ഗി ചിറ്റപ്പ, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ റെഡി. ഇപ്പൊ ഞാൻ തനിച്ചാണ്.
തെറ്റുകുറ്റങ്ങൾക്ക് ഒരു ലിമിറ്റ് ഇല്ലാതാവുമ്പോ അത് തടഞ്ഞു നിർത്തേണ്ടത് സൂപ്പർ ഹീറോയുടെ കടമയാണ്. കീക്കോ അങ്ങനെ അവസാനം കപ്പ് കീക്കോയിന് തന്നെ കിട്ടി. അവന് മാത്രം കിട്ടേണ്ടതാണിത്. ഈ സൺസിറ്റിയുടെ സൂപ്പർ ഹീറോ ട്രോഫി വാങ്ങിച്ചോളൂ. തിന്മകൾ എപ്പോഴും തോറ്റുപോകും, എന്നാൽ നന്മ എപ്പോഴും വിജയിക്കും. ഞാൻ എന്റെ കൂട്ടുകാരോട് ഇത് അഭിമാനത്തോടെ കാണിക്കുകയാണ്. ഇതാണ് എന്റെ പുത്തം പുതിയ കണ്ടുപിടുത്തം. ഇതിന്റെ പേര് അതിനെന്ത് പറയുന്നറിയോ? അതിന്റെ പേര് ചേടാ, ഞാനതങ്ങ് മറന്നുപോയല്ലോ. അയ്യോ, വലിയൊരു ഫുട്ബോൾ ആണെന്ന് പറയേ. അല്ലല്ല, ഇത് ഒരു കാരണവശാലും പൊട്ടിപ്പോകില്ല. അല്ലല്ല, എപ്പോഴും തകർന്നു പോകാത്തത്. ചേടാ, അതങ്ങനെയല്ലല്ലോ. ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ, എങ്കിൽ പിന്നെ അങ്കിൾ എന്താണ് പറഞ്ഞു വരുന്നത്? അതായത് ഈ ബോൾ അൺബ്രേക്കബിൾ ആണെന്നാണോ? ഓ അതെ അതെ, കീക്കോ പറയുന്നത് ശരിയാണ്. ഇതിന്റെ പേര് ദി അൺബ്രേക്കബിൾ ബോൾ. പേര് അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അത് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ ആവിഷ്കാർ സിംഗ്? പറയാം, തീർച്ചയായും പറയാം. മേയർ സാറേ, ഈ കാണുന്ന ബോളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. പക്ഷേ ഞാൻ കണ്ണുകൊണ്ടല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേടാ, ഞാൻ പറയുന്ന കാര്യത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുന്നേ. മേയർ അങ്കിൾ, ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ പറഞ്ഞു വരുന്നത് കണ്ണുകൊണ്ട് കാണാം, പക്ഷേ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കണമെന്നാ. മനസ്സിലായോ? എങ്കിൽ പിന്നെ അത് മനസ്സിലാക്കുന്ന രീതിയിൽ പറയണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഷൂട്ട് ചെയ്തതിന് ശേഷം പോലും ബോളിനൊന്നും പറ്റിയില്ലല്ലോ. ഞാനൊരു അല്പം കഴിച്ചോട്ടെ. ഇതൊന്നും ഒന്നുമില്ലെന്നേ. ഇപ്പൊ നോക്കിക്കോ, ഇതിന്റെ ഒറിജിനൽ പവർ. ഡോക്ടർ ആവിഷ്കാർ സെൻ അങ്കിൾ, ഒരുപക്ഷെ ആ ബോംബിന്റെ കൂടെ ആ ബോളും പൊട്ടിപ്പോയാലോ? അപ്പൊ എല്ലാവർക്കും പരിക്ക് പറ്റില്ലേ? ഡോണ്ട് വറി കീക്കോ, ഈ ബോള് വളരെ വളരെ സ്ട്രോങ് ആണ്. ആർക്കും ഒന്നും സംഭവിക്കില്ല. രണ്ട് വാക്കിൽ ഈ ബോളിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് പറയണമെങ്കിൽ സൂപ്പർ സ്ട്രോങ്. സാധാരണ സൂപ്പർ അല്ല, ഡബിൾ സൂപ്പർ. വെരി വെരി സ്ട്രോങ്. ഏതാണ്ട് എന്റെ വയറിന്റെ വിശപ്പ് പോലെ. ഡോക്ടർ അങ്കിൾ, ഇത് ശരിക്കും പവർഫുൾ ആയ കാര്യം തന്നെയാ. അങ്കിൾ ഇത് സേഫ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്ത് വെക്കണം. അതിനൊന്നും ആവശ്യമില്ല കീക്കോ. എന്റെ ലാബുള്ള ആ ബിൽഡിംഗിൽ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ഒരു കുഞ്ഞു പക്ഷിക്ക് പോലും അതിന്റെ ഉള്ളിൽ കടക്കാൻ പറ്റില്ല, ശ്രമിച്ചാലും പറ്റില്ല. അയ്യോ, നമ്മുടെ ഈ ഡോക്ടറെ, അതായത് ഡോക്ടർ ആവിഷ്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും സംഭവിച്ചാലല്ലേ വിശ്വസിക്കാൻ പറ്റൂ. ഓടിക്കോ.
ലപേട്ട അത് ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ ചപ്പേട്ട വെടിവെച്ച് തകർക്കും. മമ്മി, ഇപ്പോഴുണ്ടായ ഈ പ്രശ്നത്തിന് എന്താണ് കാരണം? വേഗം അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ആ, ഇതെന്ത് പ്രശ്നമാണ് കീക്കോ? നമ്മൾ ഉടൻ തന്നെ ചെന്നത് തടഞ്ഞു നിർത്തണം പടി. പക്ഷേ എങ്ങനെ? ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. പിന്നെ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. ദേ നോക്കൂ മിസ്റ്റേഴ്സ്, നിങ്ങളിപ്പോ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അത് വലിയ തെറ്റാണ്. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എനിക്ക് റോങ് മാത്രമല്ല, റോങ്ങിനേക്കാൾ അതിഭയങ്കരമായ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നോക്കട്ടെ കീക്കോയും സൂപ്പർ സ്പീഡോയും ഞങ്ങളെ എങ്ങനെ തടഞ്ഞു നിർത്താൻ പോകുന്നുവെന്ന്. ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. പിന്നെ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. ചപ്പേട്ട പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കീക്കോയിനെയും സൂപ്പർ സ്പീഡോയിനെയും ഇന്ന് നമ്മൾ ആ ബോളിനകത്ത് വെച്ച് ലോക്ക് ചെയ്യണം. ഡോണ്ട് വറി ലപ്പേട്ട, കാര്യം കഴിഞ്ഞെന്ന് കരുതിക്കോളൂ. ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. എന്ത് പറ്റി കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ? അവസാനം ഞങ്ങളുടെ ഈ ആക്രമണം കണ്ട് പേടിച്ച് ഓടുകയാണല്ലേ? പക്ഷെ ഞങ്ങൾ ഇതിന്റെ അത്ര പെട്ടെന്നൊന്നും ക്ഷമിച്ച് വെറുതെ വിടില്ല. സൂപ്പർ സ്പീഡോ, ഇതാണ് നമുക്ക് കിട്ടിയ ചാൻസ്. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 666. All right bro, activating formula 666. നിങ്ങൾ രണ്ടുപേരും എന്താ കരുതിയത്? അത്ര പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടാന്ന് കരുതിയോ? ഡാ കൊച്ചു ചെക്ക, ഈ കാറ്റർ പില്ലർ വണ്ടി ഞങ്ങൾ എല്ലാം ആലോചിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് വരെ അത് സ്വയം ഓട്ടോ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ ഓട്ടോ റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. കീക്കോ, നിങ്ങൾ എങ്ങനെയാണ് ഓട്ടോ റിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് കാണട്ടെ. ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും.
കീക്കോ പ്രഷർ അധികമായിരിക്കുകയാണ്. എന്തെങ്കിലും പ്ലാൻ ചെയ്യൂ, ഇല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ഞാൻ പീസായി പോകും. സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ ഫോർമുല നമ്പർ 11 ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 11. കീക്കോ, പ്രഷർ കാരണം എന്റെ സിസ്റ്റം മുഴുവനും ഡാമേജ് ആയി പോയി. ഇതിൽ കൂടുതൽ സൈസ് എനിക്ക് വലുതാക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ, ഇനിയിപ്പോ ഇവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ബാക്കിയുള്ളൂ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 65. നീ നിന്റെ നോർമൽ ഷേപ്പിലേക്ക് മാറിയേക്ക്. ഓക്കെ ഡ്യൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 65. ഇപ്പോ നീ ഞങ്ങളെ പേടിച്ച് ഓടി രക്ഷപ്പെട്ടു അല്ലേ? അല്ല ലപ്പേട്ട, അവനെ വെറുതെ വിടരുത്. ഇപ്പൊ ഇങ്ങനെ പറ, സൂപ്പർ സ്പീഡോ നമ്മുടെ കൺട്രോളിൽ എത്തിക്കഴിഞ്ഞു എന്ന്. നമ്മൾ വിജയിച്ചു. ഇനിയിപ്പോ നമുക്ക് വേറെ രീതിയിൽ കളി തുടങ്ങാം. പിന്നെ സൂപ്പർ സ്പീഡായി അൺബ്രേക്കബിൾ ബോളിനകത്ത് കുടുങ്ങിപ്പോയല്ലോ. ഈക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, ഇത്രയും കാലം നിങ്ങൾ സൺസിറ്റിയുടെ ഹീറോ ആയിരുന്നില്ലേ? നിങ്ങൾ ഉള്ളപ്പോ ആർക്കും സൺസിറ്റിയിൽ കൊള്ളയടിക്കാൻ പറ്റില്ല. സൺസിറ്റിയിൽ ആർക്കും ഒരു അറ്റാക്കും ചെയ്യാനാവില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും നിന്റെ കൺമുൻപിൽ വെച്ച് സൺസിറ്റി കൊള്ളയടിക്കാൻ പോവുകയാണ്. പക്ഷേ അതോടെ സൺസിറ്റിയിൽ അതിഭയങ്കര ബ്ലാസ്റ്റും ഉണ്ടാക്കിയിട്ടേ പോകൂ. അതിനുശേഷം സൺസിറ്റിയിൽ കീക്കോയുടെയും സൂപ്പർ സ്പീഡോയുടെയും പേര് അറിയാതെ പോലും ആരും പറയില്ല. ഇപ്പൊ ഈ ടോട്ടൽ ഷോ ടൈം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബാൽക്കണിയിൽ ഇരുന്ന് കണ്ട് രസിക്ക്. നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. പോയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യാനാ? ഇനി എന്ത് ചെയ്താലും ലപ്പേട്ടയും ചപ്പേട്ടയും തന്നെ ചെയ്യണം. അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്റെ ശരീരം വിറയ്ക്കുന്നു. ഡോക്ടർ ആവിഷ്കാർ സിംഗ്, ഇതിനിപ്പോ വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവില്ലേ? അതായത് കീക്കോയെയും സൂപ്പർ സ്പീഡോയെയും ആ ബോളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ? ഇല്ല. സൂപ്പർ സ്പീഡോ, നമ്മൾ ഇവിടെ ഉള്ളത് വരെ സൺസിറ്റിയിൽ ഒരു അറ്റാക്കും സംഭവിക്കരുത്. പറഞ്ഞത് ശരിയാണ് ബ്രോ. എന്റെ ഓട്ടോ റിബൺ ശരിയായി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് പറയൂ. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 58. ഓക്കെ ബ്രോ, അപ്ലൈയിങ് ഫോർമുല 58. കീക്കോ, ശരിക്കും ഈ ബോൾ അൺബ്രേക്കബിൾ തന്നെയാണ്. ഞാൻ പരമാവധി ശ്രമിച്ചിട്ട് പോലും എനിക്കത് തകർക്കാൻ കഴിഞ്ഞില്ല. തകർന്നില്ലായിരിക്കാം, പക്ഷേ മെൽറ്റ് ആവാൻ സാധ്യതയുണ്ടല്ലോ. കം ഓൺ ബഡി, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 9. ഗ്രേറ്റ് ഐഡിയ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 9. ഇതും ഫെയിൽ ആയി പോയല്ലോ. ഇതിലെന്റെ സൂപ്പർ ഡൂപ്പർ ഹോട്ട് റേസ് പോലും വർക്കൗട്ട് ആയില്ല. ഡോക്ടർ ആവിഷ്കാർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഈ അൺബ്രേക്കബിൾ ബോൾ തയ്യാറാക്കിയതെന്ന് അറിയില്ല. സൺസിറ്റി തലകീഴായി മാറ്റി മറച്ചിട്ട് നശിപ്പിക്കണം. ടോട്ടൽ സൺസിറ്റിയും കൊള്ളയടിച്ചതിനു ശേഷം ഇപ്പോൾ മനസ്സിന് നല്ല സന്തോഷമുണ്ട്. ലപ്പേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. ബഡി, നീ ഒരു കാര്യം ചെയ്യ, ഈ ബോള് പുഷ് ചെയ്ത് ഇവിടുന്ന് താഴേക്ക് തള്ളിവിട്ടേക്ക്. ഒരുപക്ഷെ ബോള് താഴെ വീഴുമ്പോ ബ്രേക്ക് ആയാൽ നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ ബ്രോ, ലെറ്റ് മീ ട്രൈ.
ബോൾ റിവേഴ്സ് ആയി തിരിച്ച് ടെറസിൽ തന്നെ വന്നേക്കാം. ഈഷ്, കിക്കോ സൂപ്പർ സ്പീഡോ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എങ്ങനെയെങ്കിലും ആ ബോളിൽ നിന്ന് പുറത്തു വന്നേക്കൂ. സൺ സിറ്റിയിൽ ഇപ്പോൾ നിങ്ങളുടെ സഹായം വളരെ അത്യാവശ്യമാണ്. അയ്യോ മേയറേ, അങ്ങനെ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുമായിരുന്നെങ്കിൽ അവരെപ്പോഴോ പുറത്തേക്ക് വന്നേനെ. ആ നാശം പിടിച്ച ലപ്പേട്ട പിന്നെ ചപ്പേട്ട ആ ബോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന റിമോട്ട് എടുത്ത് ഇവിടുന്ന് എസ്കേപ്പ് ആയിരിക്ക. ഇനിയിപ്പോ നമ്മൾ തന്നെ ഇത് ബ്രേക്ക് ചെയ്യണം. ഞാൻ എന്റെ സ്റ്റൈലിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ എല്ലാരും ഒന്ന് മാറി നിൽക്കേ. ഇഷ്ടം പോണ, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പരീക്ഷണത്തിന് തയ്യാറായാൽ റിയാക്ഷൻ എന്റെ മേലാണ് സംഭവിക്കുന്നത്. ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ, ഏതൊരു സ്ട്രോങ് ആയ സാധനത്തിനും തീർച്ചയായും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കും. ഈ അൺബ്രേക്കബിൾ ബോളിന്റെ വീക്ക്നെസ് എന്താന്ന് പറയോ പ്ലീസ്? ഷെടാ, നീ ഇപ്പൊ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാ. ഇതിനും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഒന്ന് ഓർമ്മിക്ക് ഡോക്ടർ ആവിഷ്കാർ, ഈ ബോളിന് തീർച്ചയായും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. എന്റെ വീക്ക് പോയിന്റ് എന്താണെന്നറിയോ? ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് ഒരു ഒറ്റവാക്കിൽ ചോദിക്കണമെങ്കിൽ ഹൗ? ഷെടാ, കഴിക്കാനും കുടിക്കാനുള്ള സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലല്ലേ അടച്ചു വെച്ചിരിക്കുന്നത്. ഈ സൂപ്പർ ചിൽഡ് ജ്യൂസ് പോലെ സൂപ്പർ ചിൽഡ് ഐസ്ക്രീം. സൂപ്പർ ചിൽഡ് ഐസ്ക്രീമോ? വീക്ക് പോയിന്റ് കിട്ടിപ്പോയി. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 333 ആക്ടിവേറ്റ് ചെയ്യ. ഈ ബോളിനകത്ത് കൂളായ ഗ്യാസ് ഡ്രോപ്പ് ചെയ്യ. ഗ്യാസ് എന്തിനാണ്? കാരണം പെട്ടെന്ന് ടെമ്പറേച്ചർ കുറയുമ്പോ ഒരുപാട് മെറ്റീരിയൽ ഷ്രിങ്ക് ആയി പോവും. സോ നമ്മുടെ ഈ ഫോർമുല വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഗുഡ് ഐഡിയ കിക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 334. സൂപ്പർ സ്പീഡോ, നമുക്കിപ്പോ എങ്ങനെയെങ്കിലും സൺസെറ്റിൽ നിന്ന് കൊള്ളയടിച്ച സാധനങ്ങൾ വീണ്ടെടുക്കണം. തീർച്ചയായും ചെയ്തേക്കാം കിക്കോ. അവന്മാർ ഇപ്പോൾ എവിടെയാ ഉള്ളതെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ആ രണ്ടുപേരും കാറ്റർപില്ലർ വണ്ടി എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് അറിഞ്ഞാൽ മതി. വലിയ വലിയ ക്രിമിനൽസിന്റെ കാൽപ്പാടുകൾ വെച്ച് നമുക്കൊരു ട്രേസ് ചെയ്യാൻ പറ്റും. അവരെടുത്തിട്ട് പെരുമാറാം. കലക്കി, എന്തൊരു പഞ്ചായി പറഞ്ഞത്. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സേർ. സേർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം സൺസിറ്റിന്റെ പുറത്ത് മലപ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ രണ്ട് വലിയ വലിയ കാറ്റർപില്ലർസിന്റെ കാൽച്ചുവടുകൾ കണ്ടെത്തിയിരിക്കുക. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയിക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഞങ്ങളുടെ ഈ ഗോഡൌണിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചപ്പേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. നിങ്ങൾ രണ്ടുപേരും ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ ബ്രില്യൻസും സ്മാർട്ടുമാണ്. ഞങ്ങളെക്കാൾ ആരെങ്കിലും ഫാസ്റ്റും സ്മാർട്ടുമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഒട്ടും ഇഷ്ടമേ അല്ല. അവനെ പീസ് ആക്കിയേക്ക്. സൂപ്പർ സ്പീഡോ, അവര് രണ്ടുപേരും ഒരു ടീമായി ചേർന്ന് കളിക്കുക. ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാൻ നമ്മൾ തനിയെ ഫൈറ്റ് ചെയ്യണം. നീ ഫോർമുല നമ്പർ 183 അപ്ലൈ ചെയ്യ്. ചപ്പേട്ടയോട് ഫൈറ്റ് ചെയ്യ്. അപ്പോഴേക്കും ഞാൻ ലപ്പേട്ടയെ ഒരു വഴിയാക്കാം. ഓക്കേ ബ്രോ.
ചപ്പേട്ട എല്ലാം തകർത്ത് താരിപ്പണമാക്ക്. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. കീക്കോ എല്ലാം തകർത്തതിനു ശേഷവും അവരൊന്നിച്ചിരിക്കുകയാണ്. ബഡി, ആ ചപ്പേട്ടയും ലപ്പേട്ടയും വെഹിക്കിളിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നത് വരെ അത് വീണ്ടും വീണ്ടും ഒന്നിച്ചോണ്ടേയിരിക്കും. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 49. അപ്പോഴേക്കും ഞാൻ ഒരു ഐഡിയ ചെയ്യാം. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 49. എങ്ങനെയെങ്കിലും ഞാൻ ആ ലപ്പേട്ടയെ വെഹിക്കിളിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. എങ്കിൽ മാത്രമേ അവൻ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കൂ. വേറെ വഴിയില്ല. ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. ഹോട്ടൽ സൺസിറ്റി നശിപ്പിക്കുന്നു പറഞ്ഞു വന്ന് നിങ്ങൾ ഇപ്പൊ എന്തിനാടാ ഓടുന്നത്? നിങ്ങൾ എങ്ങനെ ഞാൻ പിടിച്ചൊന്ന് കണ്ടില്ലേ? സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ലപ്പേട്ട പിന്നെ ചപ്പേട്ട യു ആർ അണ്ടർ അറസ്റ്റ്. കീക്കോടെയും സൂപ്പർ സ്പീഡോടെയും പവർ ആൻഡ് ജോഡിയെ ഒരു 3 വാക്കിൽ പറയണമെങ്കിൽ ഹിപ് 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 ഹിപ്. ഒരുപാട് നേരമായിട്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം തോന്നുന്നല്ലോ. ഇവനെന്താണ്, മൊബൈൽ ക്ലോക്ക് ഷോപ്പ് ആണോ? ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ചുമ്മാ കലബിലാൻ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ ഈ മെറ്റാലിക് ബൗൺസിന്റെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ ഞാൻ ചോദിക്കുന്ന പൈസ തന്നേ പറ്റൂ. അതും ടൈം വേസ്റ്റ് ചെയ്യാതെ തരണം. യു സീ, ടൈം ഈസ് മണി. നോക്ക് ടിക് ടിക്, ഇങ്ങനെ ജനങ്ങളെ പേടിപ്പിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർബന്ധിച്ച് പണം അടിച്ചു മാറ്റുന്നത് വളരെ വലിയ തെറ്റാ. പ്ലീസ് അങ്ങനെ ചെയ്യരുത്. ഈക്കോ പിന്നെ സൂപ്പർ സ്പീഡോ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. നീ എനിക്കിങ്ങനെ ലെക്ചർ തരുന്ന വിട്ടിട്ട് ഞാൻ ചോദിച്ച കാശ് തരാൻ നോക്ക്. ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ചുമ്മാ കലബിലാൻ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കീക്കോ, നീ ഇപ്പൊ ചെയ്ത കാര്യത്തെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ
Unbelievable! യെസ് ബ്രോ, ശരിക്കും നീ ഒരു കലക്ക് കലക്കി കളഞ്ഞു. എനിക്ക് തോന്നുന്നത് നീ ആ റോഡിനൊപ്പം നിന്റെ ഫൈറ്റിംഗ് സ്കിൽ മിക്സ് ചെയ്ത് ഏതൊരു ആയുധത്തെയും എതിർത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സൂപ്പർ സ്പീഡോ, ഞാനും അതിനു വേണ്ടി തന്നെയാ പ്രാക്ടീസ് ചെയ്യുന്നേ. ഈ റോഡ് അൺബ്രേക്കബിളാ, അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എനിക്ക് ഈ റോഡ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. എന്റെ ദൈവമേ, കീക്കോ ഇവിടെ വളരെ സോളിഡ് ആയ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. കീക്കോ ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നതൊക്കെ കാണുമ്പോ എന്റെ വയറ്റിന്റെ അകത്ത് എലികളെ ചാടി കളിക്കാൻ തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞാനിപ്പോ കുറച്ച് കഴിച്ചോട്ടെ. ജറ്റ്പെറ്റ് സർ, നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? അതായത് നിങ്ങൾ വണ്ടി സ്ലോ ആയിട്ട് ഓടിക്കുന്ന പോലെ തോന്നുന്നില്ലേ? വാതിൽ മുട്ടുന്ന ശബ്ദത്തിന് ഖട്ട് ഖട്ട് എന്ന് പറയും. ഉറുമ്പിനേക്കാളും വളരെ സ്ലോ ആയി വണ്ടി ഓടിക്കുന്നവരെ അവനെ ഡിറ്റക്റ്റീവ് ചട്ട്പെട്ട് എന്ന് പറയും. കാലക്കി സർ, എന്തൊരു പഞ്ച് ഡയലോഗായി പറഞ്ഞത്. ഞാനത് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സർ. അപകടം വരുമ്പോ വായും പിടിച്ച് നിൽക്കരുത്. ചെയ്യേണ്ട കാര്യം ഉടൻ തന്നെ ചെയ്യണം. എനിക്ക് മനസ്സിലായി സർ. അതായത് നിങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ആ R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സൺസിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വേഗം പോ സൂപ്പർ സ്പീഡോ. ഡോണ്ട് വറി ബഡി, നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ സൺസിറ്റിക്ക് എന്തെങ്കിലും ഒരു അപകടം വന്ന് കാണും. പക്ഷേ അത് ഒരുപാട് നേരത്തേക്കൊന്നും നീണ്ടു നിൽക്കില്ല. എത്ര ധൈര്യമുണ്ടെങ്കിൽ ചട്ട്പെട്ടിന്റെ കാർ ഇങ്ങനെ ഡാമേജ് ആക്കും. നീ മര്യാദക്ക് എന്റെ മുൻപിൽ വന്ന് നിൽക്കടാ. ഞാൻ ആക്ഷൻ എടുത്താലേ പിന്നെ ഒരിക്കലും നിനക്ക് കണ്ണാടിയിൽ മുഖം കാണാൻ പറ്റില്ല. ചട്ട്പട്ട് അങ്കിൾ, എന്താ പറ്റിയത്? ഈ ബോൾ എവിടുന്നാ വന്നത്? ഞാൻ ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ലെഫ്റ്റ് റൈറ്റ് കട്ട് ചെയ്ത് പോകായിരുന്നു. സിഗ്നൽ പോലും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഉറുമ്പിനേക്കാളും സ്ലോ ആയാ ഞാൻ പോയത്. ഷെടാ, ജറ്റ്പട്ട് അങ്കിൾ നിങ്ങൾ ഇത് വിട്ടേക്ക്. ജൂനിയർ അങ്കിൾ നിങ്ങൾ പറയ്. അതായത് എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഞങ്ങള് രണ്ടുപേരും ഈ കാറിൽ വന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് റോഡില് ഈ കാണുന്ന വലിയ ബോൾ ഉരുണ്ടു വരികയായിരുന്നു. അപ്പൊ ചട്ട്പട്ട് സാറിന്റെ കാറ് അതിലിടിച്ച് ഡാമേജ് ആയി. ഷടാ, ഓപ്പൺ റോഡിൽ പെട്ടെന്ന് എങ്ങനെയാ ഇതുപോലെയുള്ള ബോൾസ് വരുന്നത്? സൂപ്പർ സ്പീഡോ, ഫോമുല നമ്പർ 35 അപ്ലൈ ചെയ്യ്. ഈ ബോൾ ഒന്ന് സ്കാൻ ചെയ്യ്. തീർച്ചയായും ബഡി, ഉടനെ ചെയ്തേക്കാം. ആക്ടിവേറ്റിംഗ് ഫോർമുല 35. അയ്യോ മേരെ, ഇത് കണ്ടോ? ഇത് എന്റെ അച്ഛന്റെ മുത്തച്ഛന്റെ കാലത്തുള്ള കാറാ. പക്ഷെ ഇതിന്റെ സ്പീഡ് കണ്ടോ എങ്ങനെ പോകുന്നതെന്ന്. ഷടാ, ഇതൊന്നും ഒന്നുമില്ലെന്നേ. എന്റെ അപ്പൂപ്പന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ കാറാണിത്. അതിനേക്കാളും ഭയങ്കര സ്പീഡായിട്ടല്ലേ ഓടുന്നത്. തനിക്ക് പിച്ചിമ്പയും പറയുന്ന ഒന്ന് നിർത്തിക്കൂടേടോ. ഞാൻ പിച്ചുമ്പയൊന്നും പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ കാറും പപ്പടം പോലെ പൊടിഞ്ഞു പോവും. അല്ല മേരെ, തനിക്കിങ്ങനെ കാറ് ഡാമേജ് ആക്കുന്ന വലിയ ഇഷ്ടമാണോ? എന്നാ പിന്നെ തന്റെ കാറിനെ കുറിച്ച് മാത്രം പറഞ്ഞാ പോരായിരുന്നുള്ളൂ. എന്റെ കാറിന്റെ കാര്യം കൂടെ എന്തിനാ ചേർത്ത് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞതുപോലെ ബലിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് പോട്ട് വിട്ടേക്കൂ, നമുക്ക് കീക്കോയുടെ അടുത്തേക്ക് ചെല്ലാം. സൂപ്പർ സ്പീഡോ, നീ ഇത്രയും നേരമായിട്ട് എന്താണ് സ്കാൻ ചെയ്തോണ്ടിരിക്കുന്നത്? ഈക്കോ, ഈ മെറ്റൽ വളരെ ഡിഫറെന്റ് ആണ്. ഞാൻ സ്കാൻ ചെയ്തതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ബോൾ വളരെ സ്ട്രോങ് ആൻഡ് സോളിഡ് മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ ഒരു മിസൈലിനും റോക്കറ്റിനും ഇതിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഉരുണ്ടോടുമ്പോൾ എതിരെ ഏത് വാഹനം വന്നാലും ശരി, അതിനെ പപ്പടം പോലെ തകർത്ത് കളയും. അയ്യോ, പപ്പടല്ലടോ, ചിന്ന ഭിന്നെന്ന് പറ. ചിന്ന ഭിന്നമായി ചേതറിപ്പോയി. എന്താ പറ്റിയത് ടെമ്പോ അണ്ണാ?
നിങ്ങളും മേരങ്കളും എന്തിനാ ഇത്രയധികം ടെൻഷൻ ആവുന്നേ? ഈഷ്, കിക്കോ, ഞാനും ടെമ്പോ അണ്ണനും ഞങ്ങളുടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എതിരില് വലിയ വലിയ രാക്ഷസ മെറ്റാലിക് ബോൾ ഉരുണ്ടോടിയെത്തി. എന്നിട്ട് ഞങ്ങളുടെ വണ്ടികളെ ചിന്നാഭിന്നമായി തകർത്ത് കളഞ്ഞു. ഈഷ്, മമ്മി, ആ ബോൾസും കാണാൻ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? ആ ബോൾസ് എവിടുന്ന വന്നെന്ന് കണ്ടായിരുന്നോ? അത് ഞങ്ങൾ കണ്ടില്ല. ആ 2 ബോൾസും പെട്ടെന്ന് ആകാശത്തുനിന്ന് പറന്നു വന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് ഒരു മാജിക് പോലെയായിരുന്നു. സൂപ്പർ സ്പീഡോ, ഈ ബോൾസ് എവിടുന്ന വന്നെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അത് കണ്ടെത്താൻ എനിക്ക് കുറച്ച് സമയം പിടിക്കും. ഈ മെറ്റാലിക് ബോൾസിന്റെ സംഭവത്തിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. അതിനൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മിസ്റ്ററി. സാധാരണ മിസ്റ്ററി അല്ല, വളരെ വലിയ മിസ്റ്ററി, വലിയ മിസ്റ്ററി. എനിക്ക് തോന്നുന്നത് ഈ മെറ്റാലിക് ബോൾസ് അയച്ചവര് ഇവിടെ എവിടെയെങ്കിലും അടുത്ത് തന്നെ ഉണ്ടായിരിക്കുമെന്നാ. ഒരുപാട് നേരമായിട്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം തോന്നുന്നല്ലോ. ഇവൻ എന്താണ്, മൊബൈൽ ക്ലോക്ക് ഷോപ്പ് ആണോ? ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ചുമ്മാ കലബിലാൻ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ ഈ മെറ്റാലിക് ബൗൺസിന്റെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ ഞാൻ ചോദിക്കുന്ന പൈസ തന്നേ പറ്റൂ. അതും ടൈം വേസ്റ്റ് ചെയ്യാതെ തരണം. യു സീ, ടൈം ഈസ് മണി. നോക്ക് ടിക് ടിക്, ഇങ്ങനെ ജനങ്ങളെ പേടിപ്പിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർബന്ധിച്ച് പണം അടിച്ചു മാറ്റുന്നത് വളരെ വലിയ തെറ്റാ. പ്ലീസ് അങ്ങനെ ചെയ്യരുത്. ഈ കോപ്പിന്റെ സൂപ്പർ സ്പീഡോ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. നീ എനിക്കിങ്ങനെ ലെക്ചർ തരുന്ന വിട്ടിട്ട് ഞാൻ ചോദിച്ച കാശ് തരാൻ നോക്ക്. ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ചുമ്മാ കലബിലാൻ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരുപക്ഷെ നീ ചോദിച്ച കാശ് ഞങ്ങൾ തന്നില്ലെങ്കിലോ? ഇത് ചോദ്യം ചോദിക്കാനുള്ള സമയമല്ല. അതിനു പകരം എന്റെ ഓർഡേഴ്സ് അനുസരിക്ക്. ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ഞാൻ ചോദിച്ച കാശ് എനിക്ക് തന്നാൽ ഞാൻ അങ്ങ് പൊക്കോളാം. ഇതിൽ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞ അങ്ങ് ചെയ്യ്. അല്ലെങ്കിൽ ഇനിയും കുറച്ച് സമയത്തിനകം ടോട്ടൽ സൺസിറ്റിയും ചിന്താഭിന്നമായി ചിതറിപ്പോകും. മേരങ്കിൾ, ഈ ബോൾ ഡോക്ടർ ആവിഷ്കാർ അങ്കിളിന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലേ. അദ്ദേഹത്തോടെ ഈ ബോൾ ഫുൾ ആൻഡ് ഫുൾ ചെക്ക് ചെയ്യാൻ പറയേ. അതിനിടയ്ക്ക് ഞാനും സൂപ്പർ സ്പീഡോയും ടിക് ടിക്കിനെ പിടിക്കാൻ ട്രൈ ചെയ്യാം. വാ പോകാം സൂപ്പർ സ്പീഡോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 57. യെസ് കീക്കോ, നീ നോക്കിക്കോ. ഞാൻ ഫോർമുല നമ്പർ 57 ആക്ടിവേറ്റ് ചെയ്തിട്ട് ടിക് ടിക്കിന്റെ ഡയലിനെയും ബോളിനെയും ആകാശത്തേക്ക് പറത്തും. എന്നിട്ട് എടുത്തിട്ട് പന്താടും. നോക്കിക്കോ. കീക്കോ, ടിക് ടിക്കിന് നേർക്ക് ഞാൻ ചെയ്ത അറ്റാക്ക് എല്ലാം വേസ്റ്റ് ആയി പോയി. ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റൂ. ശരിയാണ് സൂപ്പർ സ്പീഡോ, നമുക്ക് ഫോർമുല നമ്പർ 276 അപ്ലൈ ചെയ്താലോ? ഒരുപക്ഷെ ടിക് ടിക് നമ്മുടെ കൺട്രോളിൽ എത്തിയാലോ? യെസ് ബ്രോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 276. ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. എന്റെ ഈ ക്ലോക്ക് വെച്ച് നിങ്ങളെ ഞാൻ ഒരു വഴിയാക്കാതെ വിടില്ല. ഓ, ടിക് ടിക് ചെറിയ ചെറിയ ക്ലോക്ക് വെച്ച് നമ്മുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയാണ്. നീ വേണേ നോക്കിക്കോ കീക്കോ. ഞാൻ ഈ ക്ലോക്സിനെ എല്ലാം ചിന്ന ഭിന്നമാക്കുന്നത് നോക്കിക്കോ.
മോർണിംഗ് ഡോക്ടർ ആവിഷ്കാ സേൻ അങ്കിൾ. ഈ ബോളിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അങ്കിളിന് കിട്ടിയോ? ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. നമുക്ക് കുറച്ചു നേരം ഈ ഫുട്ബോൾ വെച്ച് കളിക്കാം. പക്ഷെ ഡോക്ടർ അങ്കിൾ, അതൊന്നും ഫുട്ബോൾ അല്ല, അത് മെറ്റാലിക് ബോൾസ് ആണ്. ഇത് ചെക്ക് ചെയ്ത ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് കൊടുത്തയച്ചത്. ഷെടാ, ഓർമ്മയുണ്ട്, എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. എനിക്ക് മറന്നുപോകുന്ന രോഗമൊന്നുമില്ല. ഞാൻ ഈ ബോൾ മൊത്തം നല്ലോണം ചെക്ക് ചെയ്ത് കഴിഞ്ഞു, ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് സാധാരണ ബോളൊന്നും അല്ല, ഇതൊരു എക്സ്പാൻഡിങ് ബോൾ ആണ്. ആദ്യം ഈ ബോൾ വളരെ ചെറുതായിരിക്കും. ആ ചെറിയ ബോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വലുതാകും. പക്ഷേ ഈ ബോൾ ഏതെങ്കിലും ഹാർഡായ സാധനത്തിൽ ഇടിച്ചു കഴിഞ്ഞാൽ, അതായത് റോഡ്, കാർ, ബിൽഡിംഗ്, അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ അങ്ങ് വലിയ സൈസ് ആകും, എക്സ്പാൻഡ് ആകും. പക്ഷേ ബോൾസ് ഒക്കെ എവിടുന്നാ വരുന്നത്? അതാണിപ്പോ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഈഷ്, മമ്മി, കഴിഞ്ഞ 2 മണിക്കൂറിനകം 2 പ്രാവശ്യം അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ആ ടിക് ടിക് പറഞ്ഞതനുസരിച്ച് അവൻ ഡിമാൻഡ് ചെയ്ത കാശങ്ങ് കൊടുത്തേക്കാം. വേണ്ട മേയർ അങ്കിൾ, അങ്ങനെ ചെയ്താൽ റോങ് വിജയിക്കും, റൈറ്റ് തോറ്റുപോകും. ഞാനിപ്പോ എന്താ ആലോചിക്കുന്നെന്നറിയോ? ഇന്ന് സംഭവിച്ച അറ്റാക്ക് ഇല്ലേ, അതായത് ഫസ്റ്റ് അറ്റാക്ക്, അത് കൃത്യം 1 മണിക്കാണ് സംഭവിച്ചത്. അപ്പോഴാണ് 1 ബോൾ അറ്റാക്ക് ചെയ്തത്. പിന്നെ 2 മണിക്ക് 2 ബോൾസ് അറ്റാക്ക് ചെയ്തു. പിന്നെ ഇപ്പൊ സമയം 3 ആവാൻ പോവാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ കൃത്യം 3 മണിക്ക് 3 ബോൾസ് പുറത്തേക്ക് വരും. ഇതായിരിക്കും ഒരേ ഒരു ചാൻസ് ഈ ബോൾസ് എവിടുന്നാണ് പുറത്തേക്ക് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ. കീക്കോ, ഞാൻ ഫോർമുല 423 ആക്ടിവേറ്റ് ചെയ്തിട്ട് സൺസിറ്റിയുടെ റോഡുകളിൽ വെച്ചിരിക്കുന്ന എല്ലാ CCTV ക്യാമറയും എന്റെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എപ്പോ വേണേലും ഫുട്ടേജസ് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചില സെക്കൻഡ്സിൽ മണി 3 ആവും. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത്തവണ 3 ബോൾസ് അറ്റാക്ക് ചെയ്യും. എന്റെ ദൈവമേ, ഏറ്റവും വലിയ 3 മെറ്റാലിക് ബോൾസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിലൊന്നും ആരുമില്ല, അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗിലും ആരുമില്ല. പക്ഷേ ആ ബ്രിഡ്ജിൽ ഒരുപാട് പേര് നിൽപ്പുണ്ട്. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം ഫോർമുല നമ്പർ 367 ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ ബോൾസ് തടയേ. യെസ് ബ്രോ, അപ്ലൈയിങ് ഫോർമുല 367. കീക്കോ, നീ പറഞ്ഞത് ശരിയാണ്. ബോൾസിന്റെ ഈ അറ്റാക്ക് ഓരോ മണിക്കൂറിൽ സംഭവിക്കുന്നു. ഓരോരോ മണിക്കൂറും ബോൾസിന്റെ കൗണ്ടും കൂടി കൂടി വരികയാണ്. മമ്മി, ഞങ്ങളെല്ലാവരും ഈ ഹെവി ബോൾസിന്റെ അറ്റാക്സിൽ നിന്ന് രക്ഷിക്കൂ. ഈ ബോൾസ് വീണ്ടും പെട്ടെന്ന് വന്നിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോ 423. ഓക്കെ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 423. എന്നുവെച്ചാൽ ഡോക്ടർ ആവിഷ്കാ സെൻ പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പൊ നമുക്ക് നോക്കാം ഈ ബോൾസ് എവിടുന്ന വന്നെന്ന് നോക്കാം. ഓ നോ, എന്നുവെച്ചാൽ ഈ ബോൾസ് ആ ക്ലോക്ക് ടവറിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ബുള്ളറ്റ് പോലെ താഴെ വന്ന് വീണതും വലുതായി മാറുകയാണ്. സൂപ്പർ സ്പീഡോ, നീ ഇവിടെ തന്നെ നിന്ന് വാച്ച് ചെയ്തോണ്ടിരിക്കെ, ഞാൻ അകത്ത് പോട്ടെ.
ആ പിന്നെ ഒരു കാര്യം ഓർക്കണം, ഇനി ആ ക്ലോക്ക് ടവറിൽ നിന്ന് ഒരു ബോളെങ്കിലും പുറത്തേക്ക് വന്നാൽ അപ്പൊ തന്നെ ഫോർമുല നമ്പർ 16 ആക്ടിവേറ്റ് ചെയ്യേ. ഡോണ്ട് വറി കീക്കോ, ഞാൻ ഫോർമുല 16 ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ ചെറിയ ബോൾസിനെ കോട്ടൺ നെറ്റിൽ ട്രാപ്പ് ചെയ്തേക്കാം. അപ്പോൾ അത് കഠിനമായ സാധനങ്ങൾ ചെന്നിടിക്കില്ല, മാത്രമല്ല എക്സ്പാൻഡ് ആവുകയുമില്ല. 4 മണിയാവുന്നതിന് മുമ്പ് ഞാൻ ആ ക്ലോക്ക് ടവറിൽ ചെന്ന് അത് തടഞ്ഞു നിർത്തിയേ പറ്റൂ. എനിക്കറിയാം കീക്കോ, നീയും സൂപ്പർ സ്പീഡോയും ചേർന്ന് ആ ക്ലോക്ക് ടവറിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ അധികം സമയം എടുക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിനക്കായിട്ട് സൂപ്പറായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ആ ക്ലോക്കിന്റെ അകത്തുനിന്ന് കാല് കുത്തുന്ന സമയത്ത് തന്നെ അതോടെ നിന്റെ ലൈഫ് അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചെല്ലും. ഇംഗ്ലീഷിൽ ടിക് ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ഇങ്ങനെ കലവിലാൻ സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. മണി 4 ആവാൻ പോവാണ്. ഞാൻ ഉടനെ ഈ ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്യണം. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 17. ഓക്കെ കീക്കോ. കീക്കോ ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവന്റെ അവസാനത്തെ തേടി അവൻ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ടിക് ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ഇന്ന് ഞാൻ കീക്കോയിനെയും സൂപ്പർ സ്പീഡോയിനെയും താവിട് പൊടിയാക്കാതെ വിടില്ല. എത്ര നേരത്തേക്ക് നീ എന്റെ ആക്രമണത്തിൽ നിന്ന് ഈ സൺ സിറ്റിയെ രക്ഷിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാൻ ഓരോ മണിക്കൂർ വെച്ചല്ല, ഓരോ സെക്കൻഡ് വെച്ചാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ആ ക്ലോക്കിന്റെ 2 മുള്ളും ഒന്നിച്ചു ചേർന്ന് 12 മണിക്ക് വന്ന് നിൽക്കുമ്പോ ഈ ക്ലോക്കിൽ നിന്ന് എണ്ണിലടങ്ങാത്ത മെറ്റൽ ബോൾസ് പുറത്തേക്ക് വരും. നോക്കിക്കോ, അത് എക്സ്പാൻഡ് ആകും. പിന്നെ സൺ സിറ്റിയുടെ പേര് വേൾഡ് മാപ്പിൽ നിന്ന് കാണാതെ പോകും. നോക്കിക്കോ,
ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. മൊത്ത സൺ സിറ്റിയും നശിപ്പിക്കാതെ ഞാൻ വിടില്ല, നോക്കിക്കോ. വേറെ ഒരു വഴിയില്ല. ഞാനിപ്പോ എന്റെ സൂപ്പർ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. ഓരോ ക്ലോക്കിൽ നിന്നും കേൾക്കുന്ന ടിക് ടിക് ടക് ടക് സൗണ്ട് കുറച്ചുകൂടെ നന്നാക്കി വെക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്ന് വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറയുന്നത് യു ആർ അണ്ടർ